ഹായ് കൂട്ടുകാരെ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഇവിടെ ഒരു പവർ ബാങ്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനെ നമ്മൾ പാസിൻ്റെ 2 ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 5000 mAh ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 2 ബാറ്ററികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് പാരൽ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 10000 mAh ആയി 2 പാരൽ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഇതേപോലത്തെ ഒരു ബോർഡ്, 2 സോക്കറ്റുള്ള ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 മൊബൈൽ ഒരേ സമയം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബോർഡാണ്. പിന്നെ അധികം കണക്ഷനുകളൊന്നുമില്ല, ആകെ 2 കണക്ഷനാണ് നമുക്ക് ഇതിൽ കൊടുക്കാനുള്ളത്. പിന്നെ അതുപോലെ ചാർജിങ്ങിൻ്റെ സോക്കറ്റ്, അതേപോലെ 2 മൊബൈൽ സോക്കറ്റൊക്കെയാണ് ഇതിൻ്റെ മീതുള്ളത്. പിന്നെ ടോർച്ച് ഉണ്ട്, ടോർച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബൾബൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഇതേപോലത്തെ പൈപ്പിൻ്റെ പീസാണ്, PVC പൈപ്പിൻ്റെ പീസുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരെണ്ണത്തിന് മീതെ നമ്മൾ ഇതേപോലെ ഹോളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫുള്ളായിട്ട് കണ്ടാലാണ് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ക്യാബിൻ നമ്മളൊരു 4-5 നീളത്തിലുള്ള കഷ്ണത്തിലാണ്, 2.5 ഇഞ്ച് പൈപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ചൂടാക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഒട്ടിക്കാൻ വേണ്ടി ഇതേപോലത്തെ ഗ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അധികം നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ മീതെയാണ് പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് നമ്മളൊരു ചെറിയൊരു അലുമിനിയത്തിൻ്റെ പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ മീതെയാണ് നമ്മൾ ഇട്ടിട്ടാണ് പൈപ്പ് നമ്മൾ ചൂടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ചൂടാവുന്ന രീതിയിൽ നമ്മളത് വട്ടം കറക്കിയിട്ട് അല്ലെങ്കിൽ തിരിച്ചിട്ടൊക്കെ നമ്മളത് ക്ലിയർ ആക്കുക. ഫുൾ ഫ്ലെക്സിബിൾ ആവണ വരെ നമ്മൾ ഇതേപോലെ ആക്കുക. വട്ടം കറക്കിയതിന് ശേഷം ഫുൾ എല്ലാ ഭാഗവും ഫ്ലെക്സിബിളായി ഒന്ന് നോക്കിയതിന് ശേഷം നമ്മളത് 1.25 ഇഞ്ച് പൈപ്പ് വെച്ചിട്ടാണ് നമ്മളത് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഫ്ലെക്സിബിളായി. അപ്പോൾ അതേപോലെ 2.25 ഇഞ്ച് പൈപ്പ് വെച്ചിട്ട് നമ്മൾ 2 സൈഡിലേക്കും വലിച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഒരു കുറച്ച് നേരം പിടിച്ച് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് നേരം പിടിച്ച് കഴിഞ്ഞാൽ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കറക്റ്റായിട്ട്. നമുക്കത് ചതുരനായിട്ടോ സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ റൗണ്ടായിട്ടോ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു പീസ് നമ്മൾ നിർത്തിയെടുത്തിട്ടുണ്ട് ഇതേപോലെ ചൂടാക്കിയിട്ട്. അപ്പോൾ അതിന് മീതെ 2 മൂടിക്കുള്ള പീസുകൾ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേനയും മാർക്കർ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ 2 സൈഡ് മാർക്ക് ചെയ്തെടുക്കുക കറക്റ്റായിട്ട്. അതിന് ശേഷം നമ്മളത് കത്തര ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ കത്തര നിങ്ങൾക്ക് ഏതെങ്കിലും ബ്ലേഡ് എന്തെങ്കിലുമൊക്കെ പറ്റുന്നത് എന്താ വെച്ചാൽ അത് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ 2 ഭാഗം നമ്മൾ ഇതേപോലെ ക്ലിയറായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക്സ് കടകളിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ എല്ലാ ചാർജിങ്ങിനുള്ള സാധനങ്ങളും എല്ലാ സാധനങ്ങളും നമുക്ക് ഇലക്ട്രോണിക്സ് കടകളിൽ നിന്ന് കിട്ടും. അതിപ്പോൾ ഏതെങ്കിലും ഇലക്ട്രോണിക്സ് കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് mAh ബാറ്ററി വേണമെങ്കിലും കിട്ടാണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള 5000 mAh ആണ്. അത് 10,000-ൻ്റെയും 15,000-ൻ്റെയും 20,000-ൻ്റെയൊക്കെ ബാറ്ററികൾ വരുന്നുണ്ട്. നമുക്ക് എത്ര പവറിൽ ഉണ്ടാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ബാറ്ററികൾ ഉപയോഗിക്കുക. നമുക്ക് എത്ര ആംപിയർ വേണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കത്തര ഉപയോഗിച്ച് കട്ട് ചെയ്യുക. 2 സൈഡിലേക്കുള്ള പീസുകൾ ഇതേപോലെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എത്ര സോക്കറ്റുള്ള ബോർഡാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ സോക്കറ്റിനനുസരിച്ചിട്ടുള്ള ഹോൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. 2 സോക്കറ്റിൻ്റെയും കറക്റ്റ് ഹോളുകൾ ശരിയാതെ നമ്മൾ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുക. പരമാവധി പറ്റാവുന്ന പോലെ ക്ലിയർ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഹോളുകൾ കറക്റ്റായിട്ട് തുളച്ചെടുക്കണം. അതിനെ ചൂടാക്കിയിട്ട് എന്തെങ്കിലും കമ്പി കൊണ്ടോ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ സോൾഡറിങ് ആയതിൻ്റെ ഇതൊരു ബ്ലേഡ് കമ്പി എടുത്ത് കെട്ടിയിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ ബാറ്ററികൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ചാർജബിൾ ബാറ്ററി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് mAh ബാറ്ററികൾ വേണമെങ്കിലും കിട്ടും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഹോളുകളൊക്കെ തുളയ്ക്കണത്. അതേപോലെ മാർക്ക് ചെയ്തെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഹോള് ഇതേപോലെ സോൾഡറിങ് അതിൻ്റെ മീത് നമ്മൾ ബ്ലേഡ് വെച്ച് കൊടുക്കുകയാണ്. മറ്റേ റക്സിനും അതേപോലെ ധർമ്മോളൊക്കെ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മളത് ഹോള് കട്ട് ചെയ്തെടുക്കുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ക്ലിയറായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും സാധനം. അപ്പോൾ ക്യാബിൻ നമുക്ക് അത്യാവശ്യം പോക്കറ്റിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റുന്ന അതേ വലിപ്പത്തിലുള്ള ക്യാബിനാണ്. ഇതിപ്പോൾ 2 ബാറ്ററി എല്ലാ ക്യാബിനിൽ 3-4 ബാറ്ററിയൊക്കെ കൊള്ളും. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ക്യാബിനാണ്. പിന്നെ ഇപ്പോൾ ആവശ്യങ്ങൾക്ക് 2-3 മൊബൈലൊക്കെ ചാർജ് ചെയ്യണവർക്ക് അതേപോലത്തെ ബോർഡുകൾ ഇലക്ട്രോണിക്സ് കടയിൽ ഇഷ്ടംപോലെ കിട്ടാണ്ട്. 4 സോക്കറ്റ് വരെ വരുന്നുണ്ട്. 4 സോക്കറ്റ് 5 സോക്കറ്റ് വരെയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ബോർഡുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനാവശ്യത്തിനനുസരിച്ചുള്ള ബോർഡുകൾ മേടിച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതിന് പിന്നെ അധികം കണക്ഷനുകളൊന്നും ഇല്ല. ആകെ 2 കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ മാത്രമാണ് ഈ ബോർഡിലേക്ക് കൊടുക്കാനുള്ളത്. പ്രത്യേകിച്ച് വേറെ കണക്ഷനുകളോ സ്വിച്ചുകളോ ഒന്നും ഇതിനില്ല. ഇതേപോലെ ഹോളുകളൊക്കെ കട്ട് ചെയ്തെടുത്തൊന്ന് വരച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മളെ ബോർഡ് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ അത് മറ്റേ നമ്മളെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ അതേപോലെയൊക്കെ ഒന്ന് ഉരച്ച് മൂലകളും കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം നമ്മൾ ഈ പശ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കിലത്തെ മൂടി അധികം ഒട്ടിച്ചെടുക്കുകയാണ്.
അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള മൂടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടിക്കണുള്ളൂ. അപ്പോൾ അത് ഇതാദ്യം ഒട്ടിച്ചെടുക്കുക ക്ലിയറായിട്ട് വെച്ചതിന് ശേഷം. അതിന് ശേഷം സൈഡൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കണമൊക്കെ ഉരച്ച് പേപ്പർ ഒക്കെ ഇട്ടിട്ട് ക്ലിയറാക്കി കളയുക, എമിലി പേപ്പർ ഇട്ടിട്ട് ഉരച്ച് കളയുക. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചിരിക്കുക ക്ലിയറായിട്ട്. നമ്മൾ കയ്യൊക്കെ ഒട്ടി പിടിച്ചിട്ട് അതിന് ഇത് അപ്പോൾ അത് നോക്കിയിട്ട് ഒട്ടിക്കുക. അപ്പോൾ അത് ഇതേപോലെ ഒട്ടിക്കുക, ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ബോർഡ് അതിന് ഇത് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ ബോർഡിൻ്റെ സോക്കറ്റുകളിലുള്ളിലേക്കൊന്നും പശ ഇറങ്ങാണ്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കാൻ. അല്ലാതെങ്കിൽ സോക്കറ്റ് നമ്മൾ വയർ കുത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാണ്ട് വരും, കറക്റ്റായിട്ട് ഒട്ടിച്ചില്ല ഇതിന്. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ഗ്ലൂ എല്ലാ ഭാഗത്തേക്കും ക്ലിയറായിട്ട് പറഞ്ഞു പോരാത്ത എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ സോക്കറ്റുകൾ ക്ലിയറായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കാവുന്ന രീതിയിൽ വെച്ചിട്ട് വേണം, അതുപോലെ ക്ലിയറായിട്ട് പിടിച്ചിട്ട് വേണം നമ്മളത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സെറ്റായതിൻ്റെ ശേഷമാണ് നമ്മളിതിൻ്റെ ബാക്കിയുള്ള കണക്ഷനുകളൊക്കെ കൊടുക്കണം. കണക്ഷനുകൾ ഇപ്പോൾ അധികമൊന്നും നേരത്തെ പറഞ്ഞ പോലെ ആകെ 2 കണക്ഷൻ തന്നെ കൊടുക്കണല്ലോ. അപ്പോൾ നമ്മളത് അറിയാൻ വേണ്ടിയിട്ട് ചുവപ്പും കറുപ്പും വയർ തന്നെ എടുത്തിട്ടുള്ളത്, പ്ലസും മൈനസും അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ബാറ്ററിയുടെ വയർ നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ 2 സൈഡൊന്നും ഒരു പേപ്പറിന് മീതെ ഇട്ടൊന്ന് ഉരച്ച് ക്ലിയർ ആക്കുകയാണ്. അപ്പോൾ എന്നാലാണ് സോൾഡറിങ് കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ അതിന് മീതെ അപ്പോൾ 2 സൈഡ് നമ്മൾ ഉരച്ച് ക്ലിയർ ആക്കുക. ഇത് ബാറ്ററി ഏത് കമ്പനിയുടെ വേണമെങ്കിലും നമുക്ക് കിട്ടും. പല കമ്പനികളിലും വരുന്നുണ്ട്. ബാറ്ററിക്ക് 80 രൂപയ്ക്ക് വരുന്നുള്ളൂ. പല സ്ഥലങ്ങളിലും പല വിലയാവും. 100-200 രൂപയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പവർ ബാങ്ക് ഉണ്ടാക്കാം. അത്യാവശ്യം നല്ല കപ്പാസിറ്റിയുള്ള പവർ ബാങ്ക് ഉണ്ടാക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഫ്ലക്സൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സോൾഡർ ചെയ്യുക. ഫ്ലക്സ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾഡറിങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലക്സ് വെച്ചിട്ട് സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ 2 ബാറ്ററിയുടെ മൈനസുകൾ നമ്മൾ ഒരു ഒറ്റ വയറാക്കുക. അതിപ്പോൾ എത്ര ബാറ്ററി കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതേപോലെ തന്നെ കൊടുക്കേണ്ടത്. 3 ബാറ്ററി കൊടുക്കുകയാണെങ്കിൽ 3 ബാറ്ററിയുടെ മൈനസ് ഒരേപോലെ നമ്മൾ കൊടുക്കുക. 4 എണ്ണമായാലും അതേപോലെ തന്നെ 4 ബാറ്ററിയുടെ മൈനസ് ഒറ്റ വയറിലേക്ക് കൊടുക്കുക. അതേപോലെ കണക്ഷൻ കൊടുക്കുക. 4 ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ട് ആ ഒരു വയർ നെഗറ്റീവും അതേപോലെ തന്നെ പോസിറ്റീവും നമ്മളെല്ലാ ബാറ്ററിയുടെയും പോസിറ്റീവും കൂടിയിട്ട് നമ്മൾ അതേപോലെ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് എത്ര mAh വേണം അതിനനുസരിച്ചിട്ടുള്ള ബാറ്ററി നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ ഇതേപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇതേപോലെ പോസിറ്റീവ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. 2 പോസിറ്റീവ് നമ്മൾ ഇതേപോലെ തന്നെ ഷോർട്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ സീരിയൽ ചെയ്തിട്ടില്ല, പാരൽ ചെയ്തിട്ടാണ് നമ്മൾ ബാറ്ററി കൊടുക്കേണ്ടത്. അപ്പോൾ എത്ര ബാറ്ററി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റി നമുക്ക് ചാർജറിന് കിട്ടും. അപ്പോൾ ഇതേപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. ഇതിൻ്റെ ബോർഡിലേക്ക് ആകെ 2 കണക്ഷനാണ് കൊടുക്കാനുള്ളത്, പ്ലസ് മൈനസ്. അത് ബോർഡിൻ്റെ മീതെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ബി മൈനസ് ബി പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നോക്കി കൊടുക്കുക. ബാറ്ററിയുടെ മൈനസ് 2 നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒറ്റ വയർ എടുത്തിട്ട് നമ്മൾ ബോർഡിൻ്റെ മൈനസിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പോസിറ്റീവ് വയർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ കൊടുക്കുക നോക്കിയിട്ട്. അപ്പോൾ വയറുകളൊന്നും മാറാണ്ട് നോക്കുക. അപ്പോൾ വയറുകൾ മാറാനൊന്നുമില്ല, അധികമൊന്നുമില്ല. ആകെ 2 വയറുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് തെറ്റാണ്ട് കറക്റ്റായിട്ട് അതിലേക്ക് തന്നെ കൊടുക്കുക. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സെറ്റപ്പിലുള്ള എല്ലാ സാധനങ്ങളും നമുക്കിപ്പോൾ മേടിക്കാൻ കിട്ടാനുണ്ട്. ഇലക്ട്രോണിക്സ് കടയിൽ ഹോബി കിറ്റ് പോലെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് അന്വേഷിച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചൊന്നല്ല, ലിങ്കും കാര്യങ്ങളൊന്നും ഇടാച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇതില്ല. നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചല്ല, നമ്മൾ ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതേപോലെ നമ്മൾ അതിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ഹോള് തുളയ്ക്കാണ്. അതിന് 4 ഇൻഡിക്കേറ്റർ ഉണ്ട് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഹോളുകൾ തുളച്ചിട്ടാണ് ഇനി ബാക്കി ബോർഡ് അതിൽ സെറ്റ് ചെയ്യണത്. അപ്പോൾ 4 ഹോളുകൾ നമ്മൾ ഇതിന് മീതെ അതിൻ്റെ ക്യാബിൻ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ മീതെ 4 ഹോളുകൾ ഇതേപോലെ തുളച്ചിട്ട് ഡ്രില്ല് വെച്ച് തുളച്ചെടുക്കുകയാണ്. പിന്നെ ഇനി ബാറ്ററി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് തന്നെ ഉപയോഗിച്ചിട്ട് 2 സൈഡിൽ ഫുള്ളായിട്ട് 2 ബാറ്ററിയുടെയും 2 സൈഡിൽ നമ്മൾ പശ തേച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കണത്. അപ്പോൾ ഇത് ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് വേറെ ബാറ്ററി ഷോർട്ടാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ ബാറ്ററി ആയിട്ട് ലാസ്റ്റ് അടിയിലാണ് ചെന്നിരിക്കുക ക്യാബിൻ്റെ. അപ്പോൾ പിന്നെ അത് ഷോർട്ടാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതകളില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഗ്ലൂ 2 ബാറ്ററിയുടെ മീതെ ആക്കിയതിൻ്റെ ശേഷമാണ് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ അത് ക്യാബിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇറക്കി വയ്ക്കുകയാണ് ഗ്ലൂ വെച്ചിട്ട്. അപ്പോൾ അത് സെറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. അപ്പോൾ ലേശം ടൈറ്റിൻ്റെ ചെറിയൊരു ടൈറ്റിലാണ് ബാറ്ററി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുക. ഇതേപോലെ 3/4 ഇഞ്ച് പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സൈസാവുക ബാറ്ററി ഇടാം. നമുക്ക് തിരിച്ചും വയ്ക്കാം. അപ്പോൾ ലേശം നീളം കൂടും ക്യാബിൻ്റെ, അത് കാരണമാണ് നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് സൈസാണ്. അപ്പോൾ അതുപോലെ ഹോൾ അടിച്ചതിൻ്റെ ബാക്കിൽ നമ്മൾ ഗ്ലൂ കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം LED ബൾബ് പോലെ കറക്റ്റ് പുറത്തേക്ക് ചെറുതായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ വെളിച്ചം കറക്റ്റായിട്ട് അതിൻ്റെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ ഇതേപോലെ നമ്മളിതും ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇതേപോലെ ഗ്ലൂ വയ്ക്കുക, എല്ലായിടത്തും ഗ്ലൂ വെച്ചിട്ട് കറക്റ്റായിട്ട് ഒട്ടിക്കുക. ശേഷം നമ്മൾ ചാർജ് ചെയ്ത് നോക്കുകയാണ്, ചാർജിങ്ങിൻ്റെ സ്ലോട്ട് കുത്തി നോക്കുകയാണ്. അപ്പോൾ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കയറുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ്.
അത് കുത്തിയപ്പോൾ അതിൽ ലൈറ്റ് കത്തിയുണ്ട്, ചാർജിങ്ങിൻ്റെ ലൈറ്റുകളൊക്കെ കത്തി. അപ്പോൾ അതിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. 3/4 ഭാഗത്തോളം ബാറ്ററിയിൽ ചാർജ് ഉണ്ട്. നമ്മൾ മേടിക്കുമ്പോൾ ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ എന്നാലും നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ബാറ്ററിക്ക് ലൈഫ് ഉണ്ടാവില്ല അധികം. അപ്പോൾ ഇതേപോലത്തെ ബാറ്ററികൾ നോക്കി മേടിക്കുക. വയറുള്ള ടൈപ്പ് ബാറ്ററികളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇനി ഇത് മൊബൈലിൽ കുത്തി നോക്കാം. മൊബൈലിൽ എന്തോരം ചാർജ് കയറുന്നുണ്ട്. നമ്മൾ ഏത് മൊബൈലിൽ കുത്തിയാലും ചാർജ് കയറും. നമ്മളിപ്പോൾ ഈ മൊബൈലുള്ളൂ, അപ്പോൾ അത് കാരണം അത് കുത്തി നോക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനിയും ഇതേപോലത്തെ അടിപൊളി വീഡിയോകളായിട്ട് വരണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.